ഇപ്പോൾ ജീവിതം എങ്ങനെ രണ്ടുപേരുടെ ജീവിതം എങ്ങനെ മുന്നോട്ട് പോകുന്നു? ഞാൻ കോപ്പറേറ്റീവിലാണ് പോണത്. അതിലിങ്ങനെ പിന്നെ വല്യമ്മയൊക്കെ സഹായിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ മാരേജ് കഴിഞ്ഞു. അപ്പം അനിയത്തിയുടെ കാര്യമല്ലേ കുറച്ചുകൂടി അനിയത്തിയുടെ കാര്യമാണ് കുറച്ച് ഇത്. അവർക്കൊരു സഹായം ഇപ്പോൾ എന്താവും എന്നുള്ളൊരു ആശങ്കയുണ്ട് അതെ 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 അതെ. നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ ഇന്ന് പാലക്കാട് ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി പ്രതി ചെന്താമരക്കെതിരായ ശിക്ഷാവിധി പ്രഖ്യാപിക്കാനിരിക്കുകയാണ്. വധശിക്ഷ തന്നെ ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് നേരത്തെ കുടുംബവും അതോടൊപ്പം പ്രോസിക്യൂഷനും ഒക്കെ തന്നെ ആ പ്രതീക്ഷയിൽ തന്നെയാണുള്ളത്. എങ്കിലും ചെന്താമര അനാഥമാക്കിയ 2 പെൺകുട്ടികളുണ്ട്. അവർക്ക് സഹായത്തിന് മറ്റാരും തന്നെ ഇല്ല. അവരുടെ അമ്മയുടെ സഹോദരിയുടെ കൂടെയാണ് അവർ കഴിയുന്നത്. അവർക്ക് ആ തരത്തിലുള്ളൊരു സഹായം മാത്രമാണ് ലഭിക്കുന്നത്. മറ്റു അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള നടപടികളൊന്നും തന്നെ ഇതുവരെ സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യം കൂടിയാണ്. എന്തായാലും അവരുടെ കുടുംബം നമ്മളൊപ്പം ചേരുന്നുണ്ട്. നമ്മളെ നാളെ വിധി വരാനിരിക്കുകയാണ്. എന്താണ് പ്രതീക്ഷിക്കുന്നത്? അയാൾക്ക് തക്കതായിട്ടുള്ള ശിക്ഷ തന്നെ കിട്ടണമെന്നാണ് ഞങ്ങൾക്ക് പ്രതീക്ഷ. തുകേറനെ മാക്സിമം കൊടുക്കണം. അമ്മയുടെ കേസിൽ എങ്ങനെയാണോ വിധി വന്നത് അതുപോലെ അച്ഛൻ്റെ അച്ഛമ്മൻ്റെ കേസിൽ നല്ലപോലെ വിധി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കും. ഈ കുറ്റക്കാരെന്ന് വിധിച്ചതിലൊരു സന്തോഷമുണ്ട്. അയാൾ കുറ്റക്കാരൻ തന്നെയാണ്. ഇനി നാളത്തെ വിധിയും കൂടെ കേട്ടിട്ട് കേസ് അന്വേഷണം പ്രോസിക്യൂഷൻ്റെ ഭാഗത്തുനിന്നുള്ള ഇടപെടലൊക്കെ തന്നെ തൃപ്തികരമല്ല. പോലീസായാലും വക്കീലായാലും നമ്മൾക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നല്ല രീതിക്ക് തന്നെ അവർ എഫേർട്ട് എടുക്കുന്നുണ്ട്. നമ്മളെയും ആശ്വസിപ്പിക്കുന്നുണ്ട്. അവർ നല്ല പോലെയുള്ള ശിക്ഷ തന്നെ കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജീവിതം എങ്ങനെ രണ്ടുപേരുടെ ജീവിതം എങ്ങനെ മുന്നോട്ട് പോകുന്നു? ഞാൻ കോപ്പറേറ്റീവിലാണ് പോണത്. അതിലിങ്ങനെ പിന്നെ വല്യമ്മയൊക്കെ സഹായിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ മാരേജ് കഴിഞ്ഞു. അപ്പം ഞാൻ അനിയത്തിയുടെ കാര്യമാണ് കുറച്ച് ഇത്. അവർക്കൊരു സഹായം ഇപ്പോൾ എന്താവും എന്നുള്ളൊരു ആശങ്കയുണ്ട്. അതെ 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 അതെ. എന്താ ഈ അനിയത്തിക്കൊരു ജോലി കിട്ടുവാണെങ്കിൽ കുടുംബം മുന്നോട്ട് പോകുമായിരിക്കും. കുട്ടിക്ക് അനിയത്തി മരിച്ചപ്പോൾ തുടങ്ങി ജോലി തരാതെ പറയുന്നുണ്ട്. പക്ഷെ അവർ തരുന്ന നമുക്ക് പ്രതീക്ഷയുണ്ട്. പക്ഷെ ഇതുവരെ ഒന്നും ആയിട്ടില്ല. ഇപ്പോൾ തരാണ്ടിരുന്നു പറഞ്ഞാൽ പിന്നെ നാളത്തോടെ ചൂട് കഴിഞ്ഞു. പിന്നെ ആരും അന്വേഷിക്കുകയെ നമുക്കൊരു ജോലി തരികയൊന്നും ചെയ്യാൻ തരട്ടെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ട്. പക്ഷെ ഇതുവരെ ഒന്നും ഇതായിട്ടില്ല. അച്ഛൻ ജോലിക്ക് പോയിട്ടായിരുന്നു ഈ കുടുംബം നോക്കുന്നത്. ചെറിയ കുട്ടി എൻ്റെ അച്ഛനും അമ്മൻ്റെ കൂടെ ഇരിക്കണം, അപ്പാപ്പനും അമ്മൻ്റെ കൂടെ. അവർക്ക് നല്ല പ്രായമായ ആൾക്കാരാണ്. പിന്നെ കാര്യങ്ങളെല്ലാം കൊണ്ട് ഞാനാണ് കൊണ്ട് നടത്തുന്നത്. അപ്പോൾ അവൾക്കൊരു ജോലി കിട്ടിയാൽ നാളേക്ക് മേലെ ഒരു 10 ഉറുപ്പിക്ക് വേണം പറഞ്ഞ് ഞങ്ങളുടെ അടുത്ത് ചോദിക്കേണ്ട ആവശ്യം വരില്ലല്ലോ. അപ്പോൾ ഗവൺമെൻറ് ഒരു ജോലി കൊടുക്കുന്ന പ്രതീക്ഷയുണ്ട്. അവരെല്ലാവരും വിളിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെ ഒരു ജോലിയാകാത്ത ഒരു വിഷമം മാത്രം എനിക്കുള്ളൂ. കുട്ടികൾക്ക് ഒരു നാളേക്ക് മേലെ ഒരു ജോലിയാണ്, ഒരു വിഷമം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ എനിക്ക് 2 പെൺകുട്ടികളാണ്. അതാണ് ഇപ്പോൾ എനിക്ക് ആങ്ങളമാരില്ല, എനിക്ക് ആ മക്കളും ഇല്ല. അപ്പോൾ അതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഇപ്പോൾ ഈ കുട്ടികളുടെ കാര്യം നോക്കണതാണെങ്കിൽ ഒരു ഗവൺമെൻറ് ജോലി കിട്ടിയാൽ അവൻ്റെ കാര്യം അവർ നോക്കുമല്ലോ. അപ്പോൾ അച്ഛനമ്മയ്ക്ക് നല്ല പ്രായമായി, അപ്പാപ്പനും അമ്മമ്മയ്ക്ക്. അപ്പോൾ അവനെയും കൂടി നോക്കേണ്ട കാര്യം ഈ കുട്ടിയാണ് നോക്കണത്. അപ്പോൾ അതുകൊണ്ടാണ് പറയണത് ഗവൺമെൻറ്. അപ്പോൾ നാളെ മേലെ ചെയ്യുമെന്ന് വിചാരിക്കുന്നുണ്ട്, ജോലി തരുമെന്ന് വിചാരിക്കുന്നുണ്ട്. നമ്മൾ ഗവൺമെൻറ് നമ്മളെ കൈ വിടില്ല എന്ന് പ്രതീക്ഷയുണ്ട്. കുടുംബത്തിൻ്റെ ഒരു പ്രതീക്ഷ സർക്കാരിലാണുള്ളത്. കാരണം 2 പെൺകുട്ടികളാണ്. ഈ 2 പെൺകുട്ടികളുടെയും അവരുടെ അമ്മയുടെ സഹോദരിയാണ് ഇപ്പോൾ നമ്മോട് സംസാരിച്ചത്. അവർക്ക് മറ്റു ആൺമക്കളൊന്നും തന്നെ ഇല്ല. അങ്ങനെ വലിയ പ്രയാസം ഈ പെൺകുട്ടികളുടെ വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും കാലങ്ങളിൽ നേരിടാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ സർക്കാർ അടിയന്തരമായി ഇടപെട്ട് ഈ ഏതെങ്കിലും ഒരു കുട്ടിക്ക്, അതായത് അനിയത്തിയാണിപ്പോൾ ബാങ്ക് കോച്ചിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്, ആ കുട്ടിക്കെങ്കിലും ഒരു ജോലി നൽകാനുള്ള ഇടപെടൽ ഉണ്ടാകണമെന്നുള്ളൊരു ആവശ്യമാണ് കുടുംബം മുന്നോട്ട് വെക്കുന്നത്. ക്യാമറാമാൻ ഷിജു ചുറ്റൂരിനൊപ്പം സലാം മുഹമ്മദ്, മീഡിയ 1, പാലക്കാട്.